സംസ്ഥാന പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖർ പിണറായി വിജയന് കുരുക്കാകുന്നു. റാവഡ ചന്ദ്രശേഖറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചതിൽ പാർട്ടി ഗ്രാമങ്ങൾ അസ്വസ്ഥരാണ്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് കാരണമായ റാവഡ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയായി പിണറായി വിജയൻ നിയമിച്ചത് പാർട്ടി സഖാക്കളെ അത്ഭുതപ്പെടുത്തുന്നു. അതിനിടെ സംസ്ഥാന പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖറിനെതിരെ 1995 അന്ന് MLA ആയിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. തലശ്ശേരി ASP ആയിരുന്ന റാവഡ ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തിയതിനെക്കുറിച്ചായിരുന്നു പിണറായിയുടെ നിയമസഭയിലെ പ്രസംഗം. 1995 ജനുവരി 30 പിണറായി വിജയൻ നിയമസഭയിൽ കത്തിക്കയറിയത്. കരിങ്കൊടി കാണിച്ചിട്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകും, വെടിവെക്കരുത് എന്ന് അന്ന് സമരത്തിന് നേതൃത്വം നൽകിയ MV ജയരാജൻ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വെടിവെപ്പ് ഒരു പരിശീലനമാണ് എന്നാണ് റാവഡ ചന്ദ്രശേഖർ പറഞ്ഞതെന്ന് പിണറായി നിയമസഭയിൽ ആഞ്ഞടിച്ചു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ റാവഡ ചന്ദ്രശേഖറിനെ സസ്പെൻഡ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം റാവഡ ചന്ദ്രശേഖർ CPMന്റെ ഹിറ്റ് ലിസ്റ്റിലായിരുന്നു. അദ്ദേഹത്തെ CPM മുഖ്യ ശത്രുവായാണ് കണ്ടിരുന്നത്. ഒരു കാലത്ത് മുഖ്യ ശത്രുവായി കണ്ടിരുന്ന റാവഡ ചന്ദ്രശേഖർ ഇപ്പോൾ എങ്ങനെ പിണറായിക്ക് പ്രിയപ്പെട്ടവനായി എന്ന ചോദ്യമാണ് പാർട്ടി സഖാക്കൾ ചോദിക്കുന്നത്. കൂത്തുപറമ്പിൽ ജീവൻ പൊലിഞ്ഞ കൂത്തുപറമ്പിൽ സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണം റാവഡ ചന്ദ്രശേഖറാണ് എന്ന ആരോപണം അന്നേ ശക്തമായിരുന്നു. തലശ്ശേരി ASP ആയിരുന്ന റാവഡ ചന്ദ്രശേഖർ വെടിവെപ്പിന് ഉത്തരവ് നൽകിയപ്പോൾ MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതേ റാവഡ ചന്ദ്രശേഖറിനെ ഇപ്പോൾ പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു. അതിനുവേണ്ടി പിണറായി തന്നെ മുൻകൈ എടുത്തിരിക്കുന്നു. പാർട്ടി അണികൾക്കിടയിൽ ഇതേക്കുറിച്ച് അമർഷമുണ്ട്. അവർ അത് പ്രത്യക്ഷമായി പറയുന്നില്ല എന്ന് മാത്രം. തലശ്ശേരിയിലെയും കൂത്തുപറമ്പിലെയും പാർട്ടി ഗ്രാമങ്ങളിൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ സജീവം. പക്ഷേ പാർട്ടിക്കെതിരെ ആരും സംസാരിക്കുന്നില്ല. എങ്കിലും പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ അലയടിക്കുന്നു. റാവഡയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന്, റാവഡയെ സസ്പെൻഡ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്നെ കാലങ്ങൾ പിന്നിട്ടപ്പോൾ റാവഡ ചന്ദ്രശേഖറിനെ തൻ്റെ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു. അതും നിരവധി പ്രതിസന്ധികൾ മറികടന്ന്. പല സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിട്ടും റാവഡ ചന്ദ്രശേഖറിനെ എന്തിന് പോലീസ് മേധാവിയാക്കി എന്ന ചോദ്യം സഖാക്കൾ ചോദിക്കുന്നു. ചിന്തിക്കുന്ന സഖാക്കൾ അത് ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും റാവഡ ചന്ദ്രശേഖറിൻ്റെ നിയമനം CPMനുള്ളിൽ ഒരു ശക്തമായ എതിർപ്പിന് കാരണമായി മാറിയിരിക്കുന്നു. പിണറായി വിജയൻ തന്നെയാണ് റാവഡ ചന്ദ്രശേഖറിനെതിരെ 1995 ജനുവരി 30 നിയമസഭയിൽ ആഞ്ഞടിച്ചത്. റാവഡ ചന്ദ്രശേഖറിനെ മുഖ്യ ശത്രുവായി പിന്നീട് CPM പ്രഖ്യാപിക്കുകയും ചെയ്തു. CPM ഭരണത്തിൽ വന്നപ്പോഴൊക്കെ നല്ല പോസ്റ്റുകൾ നൽകാതെ റാവഡയെ ഒതുക്കുന്ന കാഴ്ചയും പിന്നീട് കണ്ടു. പക്ഷേ ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പ് CPMന്റെ സമരചരിത്രത്തിലെ ത്യാഗോജ്ജലമായ ഒരു അധ്യായമായാണ് CPM പ്രവർത്തകർ കൊണ്ടാടുന്നത്. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ CPMന് ഇന്നും ആവേശമാണ്, എന്നും ആവേശമാണ്, അന്നും ഇന്നും എപ്പോഴും ഇപ്പോഴും ആവേശമാണ്. ഈ സാഹചര്യത്തിലാണ് പിണറായി വിജയൻ കൂത്തുപറമ്പ് വെടിവെപ്പിന് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന, പിണറായി വിജയൻ തന്നെ ആരോപിച്ച റാവഡ ചന്ദ്രശേഖറെ പോലീസ് മേധാവിയാക്കി മാറ്റിയിരിക്കുന്നത്. പാർട്ടിക്കാർക്ക് അത്ഭുതമാണ്, സാധാരണ പാർട്ടിക്കാർക്ക് അത്ഭുതമാണ്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും റാവഡ ചന്ദ്രശേഖറും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നും അതുവഴിയാണ് റാവഡ ചന്ദ്രശേഖർ പോലീസ് മേധാവി ആയതെന്നും ഉള്ള ആരോപണം ഉയരുന്നുണ്ട്. എന്തായാലും റാവഡ ചന്ദ്രശേഖർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പോലീസ് മേധാവി ആയിരിക്കുന്നു. പിണറായി അന്ന് നടത്തിയ പ്രസംഗം
പിണറായിക്ക് കുരുക്കായി മാറിയിരിക്കുന്നു. നിയമസഭയിൽ അന്ന് പിണറായി കത്തിക്കയറുകയായിരുന്നു. കത്തിക്കയറുക മാത്രമല്ല, റാവടയ്ക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. എന്തായാലും അതേ പിണറായി വിജയൻ തന്നെ റാവട ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയാക്കിയത് വിരോധാഭാസമാണെന്ന് പാർട്ടി പ്രവർത്തകർ പറയാതെ പറയുന്നു.